ഒരു മലയാള സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഹൈപ്പാണ് ഇപ്പോൾ എമ്പുരാന് കിട്ടിയത്. മീൻസ് ഓൾ ഓവർ ദ വേൾഡ് ഇത്രയും ഹൈപ്പിലൊരു മലയാള സിനിമ ഫസ്റ്റ് ടൈമാണ് ഇറങ്ങുന്നത്. പക്ഷേ അതായത് ഇപ്പൊ പടം ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തില് ആ ഹൈപ്പിനുള്ളതുണ്ടോ എന്നാണ് നമ്മളിപ്പോ എല്ലാവരും ചോദിക്കണ ഒരു ചോദ്യം. അതിപ്പോ ലൂസിഫറിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് ലൂസിഫർ ഒരു ക്ലാസ് മീൻസ് മാസം ഉണ്ട്, പക്ഷെ ക്ലാസ് ആയിട്ട് പോയതുകൊണ്ട് ആ ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു എല്ലാവരും ഇത് വെച്ച്. മീൻസ് പൃഥ്വിരാജിന്റെ ആ ഒരു മേക്കിംഗ് മീൻസ് നോർമൽ ആക്ഷൻ പടത്തിനേക്കാൾ ഡിഫറെന്റ് ആയിരിക്കുന്നുള്ള എക്സ്പെക്ടേഷൻ ആയിരുന്നു എല്ലാവർക്കും ഉള്ളത്. അതിനെ ഒന്ന് ഭയങ്കരമായിട്ട് പാളിപ്പോയെന്നാണ്. അതായത് ഈ ഇപ്പൊ എമ്പുരാൻ കണ്ട ഒരു സാഹചര്യത്തില് എമ്പുരാൻ കുറച്ചും കൂടെ മേക്കിങ്ങിലും, അതായത് നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ തന്നെ പോർട്രേ ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് മുരളി ഗോപി അതിന്റെ സ്ക്രിപ്റ്റും ആയിട്ട് വന്നേക്കുന്നത്. പക്ഷെ എല്ലാവരും ഒരു ഖുറൈഷി അബ്രഹാം എന്നുള്ള ക്യാരക്ടറിന്റെ ഒരു കഥ വരുമെന്ന് വിചാരിച്ച് എത്തിയിട്ട്, അതായത് സായിദ് മസൂദ് എന്ന ക്യാരക്ടറിന്റെ കഥയാണ് ശരിക്കും പറഞ്ഞു പോണേ. ലൂസിഫറില് ഖുറൈഷി അബ്രഹാം എന്നുള്ള സാധനം ഒരു ഹൈപ്പ് അവസാനം കൊടുക്കും, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എല്ലാവരും എക്സ്പെക്ട് ചെയ്തു. പക്ഷെ എന്തായാലും ഡിഫറെന്റ് ആയിട്ട് സയ്യിദ് മസൂദിന്റെ കഥയില് ലൈക്ക് അല്ലെ, സയ്യിദ് മസൂദിന്റെ ഒരു സ്റ്റോറിയില് ഖുറൈഷി അബ്രഹാം ഒരു സൈഡ് ക്യാരക്ടർ പോലെ പോവല്ലേ. പക്ഷെ അതായത് ഇപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററിനെ ഭയങ്കര ആഴത്തിൽ അറിയാവുന്നവർക്ക് ഈ പടം ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര റെലവെന്റ് ആണ് ഈ സമയത്ത്. എന്താന്ന് വെച്ചാൽ അതായത് ഇപ്പോ പല തർക്കങ്ങളും ആയി തുടങ്ങി. ഈ സിനിമ വന്നതോടുകൂടി സംഘപരിവാർ പോലത്തെ സംഘടനകളിൽ ഭയങ്കര തർക്കങ്ങളും കാര്യങ്ങളും, അതായത് ബോയ്ക്കോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ വരെ എത്തി തുടങ്ങി. അതും മാർക്കറ്റിങ്ങിന്റെ സ്ട്രാറ്റജി ആണോ എന്നുള്ളൊരു സംഭവമാണ്. അതായത് മാർക്കറ്റിംഗ് വൈസ് മാത്രം ചെയ്തു പോയിട്ടുള്ള ഒരു പടം എന്ന് പറയാൻ വേണമെങ്കിൽ. എന്താണെന്ന് വെച്ചാൽ പുള്ളി പറയുന്നുണ്ട് പല ഇതിലും ഒട്ടും ഹൈപ്പില്ല, ഹൈപ്പിന്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു കഥയാണ്, പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കണ പോലത്തെ ഒരു സാധനമല്ല എന്ന് പലവട്ടം പറയുന്നുണ്ടെങ്കിലും ആൾക്കാരുടെ ഉള്ളിൽ ഹൈപ്പ് കിട്ടേണ്ട രീതിക്കുള്ള, അതായത് ഒരിക്കലും ഒരു മലയാളം സിനിമയിൽ ക്യാരക്ടർ റിവീൽ പോസ്റ്റേഴ്സോ അങ്ങനത്തെ ഒരു സാധനങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ ഒരു 50-55 ദിവസത്തേക്ക് എല്ലാവരും എൻഗേജ് ചെയ്ത് വെച്ച്, അതായത് ആ പടത്തിലേക്ക്, അതായത് എല്ലാവരുടെയും ഫീൽഡിലേക്ക് ആ പടം എത്തിച്ച് അത്രയധികം ആൾക്കാരനെ 2 ദിവസം കൊണ്ട് തിയേറ്ററിലേക്ക് കയറ്റി. പിന്നെ ചെറിയ പടം അല്ല എന്ന് പറയുന്നത്, ലൂസിഫർ ഇറങ്ങിയപ്പോഴും ചെറിയ പടമാണെന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു ഇത് തന്നെയാണ് ഇപ്രാവശ്യം പറഞ്ഞപ്പോൾ ആൾക്കാർ ലൂസിഫർ ചെറിയ പടം എന്ന് പറഞ്ഞിട്ട് ലൂസിഫറിന് ഇങ്ങനെ ഹൈപ്പ് ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് അതിൽ ഇതുണ്ടായിരുന്നില്ല. അതായത് സോഷ്യൽ മീഡിയയുടെ ഒരു ഇത് അധികം ലൂസിഫറിൽ ഇമ്പാക്ട് വന്നിട്ടില്ല. പക്ഷെ ഇതില് പിന്നെ പ്രത്യേകിച്ച് അധികം പ്രൊമോഷൻസ് കൊടുക്കാതെ കുറവായിരുന്ന ഒരു പടമായിരുന്നു ലൂസിഫർ. അതിനുശേഷമാണ് മൊത്തത്തില് കത്തി കയറിയത്. 1-2 മാത്രം ഇതുണ്ടായിരുന്നുള്ളൂ, പ്രസ് മീറ്റുകൾ മാത്രമാണ് വിളിച്ചിട്ടാണ് ലൂസിഫർ ഇറക്കിയത്. പക്ഷെ ഇതിപ്പോ ഒരു 10-12 പ്രസ് എല്ലാ ഭാഷകളിലും യൂട്യൂബ് ചാനൽസിൽ ഇഷ്ടംപോലെ പ്രൊമോഷൻസ് പോയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ മേക്കിംഗ് വൈസ് ഒന്നും പറയാനില്ല. മലയാളം സിനിമ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി മേക്കിംഗ് തന്നെയാണ്. മേക്കിംഗ് വൈസ് ടോപ്പ് ക്വാളിറ്റി ആണ്. അതിനൊരു സംസാര വിഷയമാക്കാൻ പറ്റി എന്നുള്ളതാണ് റിവ്യൂ വന്നു വെച്ചാൽ ആൾക്കാർ എക്സ്പെക്ട് ചെയ്തത് ഖുറൈഷി ഇബ്രാഹിമിനെയും കിട്ടിയത് സയ്യിദ് മസൂദിനെയും ആയതുകൊണ്ടുള്ളവരാണ് എല്ലാവർക്കും ഒരു വിഷമം. പക്ഷെ മിക്സ്ഡ് ആണ്, മീൻസ് ഒട്ടും മോശമല്ല, മിക്സ്ഡ് ആണ്. മീൻസ് എല്ലാരും പകുതി ഒരു അടിപൊളിയാണെന്ന് പറയുന്നത്, പകുതി ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത്, മോശം എന്നുള്ള രീതിയിലല്ല. അതായത് ഇന്ത്യൻ ഹിസ്റ്ററി നന്നായിട്ട് ആഴത്തിൽ അറിയണ ആൾക്കാർക്ക് ഈ പടം ഭയങ്കര ഒരു പടമായിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ പലരും ഉദ്ദേശിക്കുന്നത് ഒരു ഗുജറാത്തിലെ ഏതൊരു ആള് കുറെ പേരെ കൊന്നു, അയാളെ കൊല്ലാൻ വേണ്ടി ഒരു അണ്ടർവേൾഡ് ഡോൺ വരുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഗുജറാത്തിൽ നടന്ന സംഭവത്തിനെ പറ്റി അറിയണ ആൾക്കറിയാം ഇയാളൊരു നിസ്സാരക്കാരനായിരുന്നില്ല, ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്ന ഒരു ബുദ്ധി ഒരു നോർമൽ സിനിമയ്ക്കുള്ള ഹൈപ്പിന്റെ പുറത്ത് രാഷ്ട്രീയം ഇതാക്കിയിട്ട് മീൻസ് ലൈക്ക് അവർക്കെതിരെ പറഞ്ഞതായിട്ടും വേണമെങ്കിൽ. അപ്പോ പല രാഷ്ട്രീയക്കാരും പറയും ആള് INC-ക്ക് വേണ്ടി സംസാരിക്കണു, ആള് അല്ല INC അല്ല, അതായത് INC-ക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറയും. എന്നാ കഴിഞ്ഞ ലൂസിഫർ എന്ന പടത്തിൽ പറയുന്നത് എല്ലാതും INC-ക്ക് എതിരാണ്. എന്താണെന്ന് വെച്ചാൽ INC ഒരു ഡ്രഗ് പെഡ്ലർ ടീം പോലെയാണ് അതിൻ്റെ ഉള്ളിൽ കാണിക്കണം. അതായത് ഡ്രഗ്സിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണ ഒരു പാർട്ടി പോലെ കാണിക്കണം. പുള്ളി എവിടെയില്ല. പിന്നെ അതായത് പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ടിയാൻ എന്നുള്ള സിനിമ കുറച്ച് RSS ചായവുള്ള സിനിമയാണ്. ടിയാൻ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അതായത് കുറച്ച് RSS ചായവുള്ള ഒരു പടമാണ്. പുള്ളിയുടെ ഒരു പാറ്റേൺ ഇപ്പോൾ വന്നേക്കുന്നത്. ആദ്യം ലൂസിഫർ ഇറങ്ങി, പിന്നെ ടിയാൻ ഇറങ്ങി, പിന്നെ ഇത് വന്നു. അപ്പോൾ ഒരു ലെഫ്റ്റ് പാറ്റേണിൽ യൂസ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് മാത്രം. മൊത്തത്തില് പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു
ഹോളിവുഡ് ലെവൽ മൂവി. ചെറിയ പിന്നെ ഹോളിവുഡ് ക്യാരക്ടേഴ്സും കുറെ വന്നു, ഫോറിൻ ലൊക്കേഷൻസും, ബഡ്ജറ്റ് ഇത്രയും ബഡ്ജറ്റിലൊരു മലയാളം ശരിക്കും ഹൈപ്പ് ശരിക്കും റിയൽ ആയിരുന്നു. പക്ഷെ ലൈക്ക് അവര് പൊളിറ്റിക്സ് എക്സ്പെക്ടേഷൻ ചെയ്തത് ഫിക്ഷണൽ ഉദ്ദേശിച്ചത്. പക്ഷെ ആള് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ഹിസ്റ്ററി യൂസ് ചെയ്ത് ലൈക്ക് അവർക്കെതിരെ പറയാനായിട്ടുള്ളൊരു ഇതായിട്ട് യൂസ് ചെയ്തു. കാരണം ഇത്രയും അല്ലെങ്കിൽ നോർമലായിട്ടൊരു പടം ഈ പൊളിറ്റിക്സിന്റെ ഹിസ്റ്ററിയെ പറ്റി ഇറക്കായിരുന്നെങ്കിൽ ആരും ഇത്രയ്ക്ക് ശ്രദ്ധിക്കില്ലായിരുന്നു. പക്ഷെ ഇത് ഇത്രയ്ക്ക് ഹൈപ്പിൽ ഇത് ഇറങ്ങിയതിന്റെ ഉള്ളിൽ ഇത് ഇൻവോൾവ് ആക്കിയപ്പോ അത്രയ്ക്ക് ശ്രദ്ധ കിട്ടി. മീൻസ് കൊള്ളേണ്ടവർക്കൊക്കെ കൊണ്ട് അതായത് ഈ പടം ഇതുവരെ അതായത് ആ പടം RSS ഈ പടം ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതായത് അവരുടെ സംസാരങ്ങളിലൊക്കെ അതിനൊരു അതായത് നെഗറ്റീവായിട്ട് അവർ റിവ്യൂ പറയാ. അതായത് പല ആൾക്കാരും പേരെടുത്ത് പറയാനില്ല, പല ആൾക്കാരും ആദ്യം പടം അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് പുറത്തു പോയി കുറച്ച് ഗൂഢാലോചനയും കാര്യങ്ങളും കഴിഞ്ഞ് വന്നിട്ട് എന്ത് മോശം പടാന്ന് പറഞ്ഞു വന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തോരം ഇമ്പാക്ട് ഒരു പടം അതായത് ഒരു രാഷ്ട്രീയത്തിൽ എന്തോരം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. അല്ല അവരുദ്ദേശിച്ചാണ് ഇത് ചെയ്തതെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ അതിനുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ നല്ലത്. ചില ആൾക്കാര് മറ്റേ ഏതാ CID മൂസ സിനിമയില് മറ്റേ ജഗതി പറയണ പോലെ ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണെന്ന് പറയുന്ന പോലെയാണ്. അതെല്ലാവരും അതായത് സ്വയമായിട്ട് എടുക്കാണ്, ആരുടെയും പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാവരും അത് സ്വയമായിട്ട് ഏറ്റെടുക്കാണ്. സ്ഥലത്തിനെ പറ്റിയോ ഇന്ന സ്ഥലം പറയില്ല, എന്താന്ന് പറയണല്ലോ. ആദ്യത്തെ കാലം ബാക്കി എല്ലായിടത്തും പേരുകൾ കാണിക്കുമ്പോഴും മറ്റേ ആദ്യത്തെ കലാപത്തിന്റെ സ്ഥലത്ത് ജസ്റ്റ് ഒരു ഗ്രാമത്തിന്റെ പേര് മാത്രം കാണിക്കണല്ലോ. അതും വളരെ ഒട്ടും ആൾക്കാരറിയാത്തൊരു ഗ്രാമത്തിന്റെ പേരാണ് അതിലിട്ടിട്ടുള്ളത്. അത് ഒരു പ്രത്യേകിച്ച് ഒരു റൈറ്റർ ബ്രില്യൻസ് എന്ന് പറയാം. അതായത് ഒരു സിനിമയുടെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റിന്റെ ഒരു ബ്രില്യൻസും ഞാൻ ലൂസിഫറിന്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. അതായത് ഒരു പോയറ്റിക് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ആ സിനിമ എടുത്തു വെക്കണം എന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡയറക്ടർക്ക് അതായത് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. മോഹൻലാൽ വരണയില് അതായത് പുള്ളി പോയറ്റിക് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇടിമുഴക്കങ്ങളുടെ ശബ്ദത്തിലൂടെ ലാലേട്ടൻ കടന്നു വരുന്ന ആ ഒരു സ്റ്റീഫൻ കടന്നു വരുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പക്കയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഒരു പക്ക ഒരു മുരളി ഗോപി പൃഥ്വി കോംബോ നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.